السلام عليكم ورحمة الله وبركاته. بسم الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ പരിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം അതിൻ്റെ വിശദീകരണ സഹിതം പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല അവൻ്റെ കലാം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ലഭിക്കുന്ന ഈ ഇൽമുകളെല്ലാം തന്നെ നമുക്ക് സാക്ഷി പറയുന്ന, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള നന്മകൾ ഇഹത്തിലും പരത്തിലും നൽകുന്ന അറിവാക്കി തീർക്കുമാറാകട്ടെ. സൂറത്തുൽ മുത്തഫിഫീനാണ് ഇൻഷാ അല്ലാഹ് അമ്മ ജുസിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത്. സൂറത്തുൽ മുത്തഫിഫീൻ 83-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അളവിലും തൂക്കത്തിലും ക്രമക്കേട് കാണിക്കുന്ന ആളുകളെ താക്കീത് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്ത്. ഈ സൂറത്ത് പൊതുവെ അമ്മ ജുസ്കളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് മക്കിയായ സൂറത്താണോ അതല്ല മദനിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്താണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇത് മക്കിയായ സൂറത്താണ്, വേറെ ചിലർ പറഞ്ഞു അല്ല മദനിയായ സൂറത്താണ്. ചിലർ അതിൻ്റെ ചില ആയത്തുകൾ മക്കിയാണെങ്കിലും ബാക്കിയുള്ളത് മദീനയിലാണ്, അങ്ങനെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത് ഈ സൂറത്തിൻ്റെ അവതരണ കാരണമായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞ അസറിൻ്റെ അടിസ്ഥാനത്തിൽ അത് മദീനയിലാണ് അവതരിച്ചിട്ടുള്ളത് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഈ ഒരു അസർ ഇമാം ഇബ്നു മാജ അതുപോലെ അൻ-നസായി ഇവരൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഹസനാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ലമ്മാ ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആഗതമായപ്പോൾ, അവിടെ എത്തിച്ചേർന്നപ്പോൾ, കാനൂ മിൻ അഖ്ബസിൻ നാസി കൈല, മദീനക്കാരന്ന് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകളായിരുന്നു. ഫഅൻസലല്ലാഹു സുബ്ഹാനഹു വ തആല വൈലുൻ ലിൽ മുത്തഫിഫീൻ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവതരിപ്പിച്ചു. വൈലുൻ ലിൽ മുത്തഫിഫീൻ, അത്തരത്തിൽ അളവിലും തൂക്കത്തിലും ക്രമക്കേട് കാണിക്കുന്നവർക്ക് നാശമെന്ന് അറിയിക്കുന്ന ആയത്ത് അല്ലാഹു തആല അവതരിപ്പിച്ചു. ഫഅഹ്സനുൽ കൈല ബഅദ ദാലിക്, അതിനുശേഷം മദീനക്കാർ ഏറ്റവും നല്ല രൂപത്തിൽ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുന്ന ആളുകളായി തീർന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത് കേവലം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായി കണ്ട് മാറ്റിക്കളയാൻ പറ്റുന്നൊരു വിഷയമല്ല. കാരണം അദ്ദേഹം ഇജ്തിഹാദിന്, ഗവേഷണത്തിന് വകുപ്പില്ലാത്ത രൂപത്തിൽ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അതിന് ഹുക്മുർ റഫ് ഉണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെയാണ്, അഥവാ ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അല്ല, അവരിൽ ചിലർ പറഞ്ഞു ഇത് മദീനയിൽ ഇറങ്ങിയ ഉടനെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മദീനയിൽ മദനിയായ സൂറത്തുകളിൽ ഒന്നാമത്തെ സൂറത്താണ് വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്ത്, ഒന്നാമത്തെ ആയത്ത്, അതിൽ മുത്തഫിഫീൻ എന്നുള്ള പരാമർശമുള്ളത് കൊണ്ടാണ് സൂറത്തുൽ മുത്തഫിഫീൻ എന്ന് ഇതിന് പേര് വരാൻ കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തിട്ടുള്ളത്, നമ്മെ അറിയിച്ചിട്ടുള്ളത്? നാം മനസ്സിലാക്കിയതുപോലെ അളവിലും തൂക്കത്തിലുമൊക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നരകമാണുള്ളത്, അതിൻ്റെ ശിക്ഷ കടുത്തതാണ്, അത് വൻപാപമാണ് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചത് എന്ന് കാണാം. നമുക്ക് സൂറത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ അർത്ഥത്തിലേക്കും വിശദീകരണത്തിലേക്കും വരാവുന്നതാണ് ഇൻഷാ അല്ലാഹു തആല.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل للمطففين. അവിടെ വൈലുൻ എന്നാണ് നമ്മൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ആ പദം അങ്ങനെയാണ് വായിക്കുക, അല്ലെ? ഏതൊരു തൻവീനും വൈലുൻ എന്നാണ് വായിക്കുക. പക്ഷേ തൻവീനിന് ശേഷവും അതുപോലെ സുക്കൂനിട്ട നൂനിന് ശേഷവും ലാമ് അല്ലെങ്കിൽ റ ഈ രണ്ട് ഹർഫുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇദ്ഗാമുൻ ബിലാ ഗുന്ന, മണിക്കാതെ നമ്മൾ അതിലേക്ക് ചേർത്തി വായിക്കണം. തജ്വീദിൻ്റെ ഒരു നിയമമാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്ന. മണിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ വൈലു എന്ന് മണിക്കുകയുമില്ല, വൈലുൻ എന്ന് വ്യക്തമാക്കി പറയുകയുമില്ല, മറിച്ച് വൈലുല്ലി നേരെ അപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. മിർ റബ്ബിഹിം എന്നൊക്കെ പറയാറുണ്ട്. സാക്കിനായ നൂന് ശേഷം റാ വന്നു കഴിഞ്ഞാൽ മിൻ റബ്ബിഹിം എന്ന് പറയില്ല. അതുപോലെ മ്യൂ റബ്ബിഹിം എന്നും പറയില്ല, മറിച്ച് നമ്മൾ മിർ റബ്ബിഹിം. ഇപ്പം ലാമോ റാഓ വന്നാൽ വളരെ എളുപ്പമുള്ള നിയമമാണ്. സാക്കിനായ നൂനിന് ശേഷം അതല്ലെങ്കിൽ ഇതേപോലെയുള്ള തൻവീനുകൾ വന്നതിന് ശേഷം, തൻവീൻ എന്ന് പറയുമ്പോൾ അൻ ഇൻ ഉൻ മൂന്നും വരാം. അതിനുശേഷം ലാം അല്ലെങ്കിൽ റാ കൊണ്ടാണ് ഒരു വാക്ക് ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഇദ്ഗാമുൻ ബിലാഗുന്ന, മണിക്കാതെ നമ്മൾ അപ്പുറത്തേക്ക് കൂട്ടി ഓതണം. വൈലുല്ലി ഒരുമിച്ച് ഒരക്ഷരം പോലെ ഒരു ഒറ്റ വാക്കിലുള്ളതുപോലെ നമ്മൾ ഈ രണ്ട് ഹർഫുകളെയും ഇദ്ഗാം കൂട്ടി ഓതണം. അങ്ങനെയാണത് പാരായണം ചെയ്യുന്നത്. വൈലുല്ലിൽ മുതഫ്ഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വൈലുൻ ലിൽ മുതഫ്ഫിഫീൻ. വൈലുൻ ലിൽ മുതഫ്ഫിഫീൻ. അല്ലാഹു തആല പറയുന്നത് വൈൽ എന്ന് പറഞ്ഞാൽ അത് നാശം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹലാക്ക്, അവന് നാശമുണ്ടാകട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈൽ എന്ന് പറയുന്നത് നരകത്തിലെ ഒരു താഴ്വരയാണ് എന്നും അഭിപ്രായമുണ്ട്. അഥവാ വൈൽ എന്ന് പറഞ്ഞിട്ട് ശേഷം ഒരു പ്രവൃത്തി പറയുന്നുണ്ടെങ്കിൽ അത് നരകത്തിലേക്ക് പോകാൻ മാത്രം കടുത്ത തിന്മയാണ്, വൻ പാപമാണ്. ആയതിനാൽ അത് താക്കീത് ചെയ്യപ്പെടുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പറയും സൂറത്തിൽ വരാനുണ്ട് വൈലുൻ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്ന ആളുകൾ, ആക്ഷേപിക്കുന്ന പരിഹസിക്കുന്ന ആളുകൾക്ക് വൈലുണ്ട്, നാശമുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ പല സൂറത്തുകളിൽ നമുക്കത് ആ വാക്ക് പ്രയോഗം കാണാൻ സാധിക്കും. വളരെ ഗൗരവമുള്ള കാര്യമാണ് വൈലിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്ന ആ കാര്യം. ഇപ്പോൾ ഇവിടെ താക്കീത് ചെയ്തത് വൈലുൻ ലിൽ മുതഫ്ഫിഫീൻ എന്നാണ്. അളവിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശമുണ്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ അത് തഫഫ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ആ വാക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് മുത്തഫിഫൂൻ എന്ന് പറയുക. തൊഫഫ എന്ന് പറഞ്ഞാൽ അളവിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മുത്തഫിഫുൻ എന്ന് പറയും. ഒന്നിലധികം ആളുണ്ടാകുമ്പോൾ മുത്തഫിഫൂൻ എന്ന് പറയും. അതിനെ ലിൽ ലാമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് മുത്തഫിഫീൻ എന്നാകും. അത് ഭാഷാപരമായ നിയമമാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങളതിൻ്റെ നഹവൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിക്കാൻ തൗഫീക്ക് തരികയാണെങ്കിൽ കാര്യം മനസ്സിലാകും. നിങ്ങൾ മുസ്ലിമൂൻ, മുസ്ലിമീൻ എന്ന് കേൾക്കാറുണ്ട്. മുഅ്മിനൂൻ, മുഅ്മിനീൻ, അങ്ങനെ വാവ് കൊണ്ടും യാ കൊണ്ടും അങ്ങനെ കാണാറുണ്ട്. അതേപോലെയാണ് ഇതും. മുത്തഫിഫൂൻ ലിൽ വന്നപ്പോൾ ലിൽ മുത്തഫിഫീൻ എന്നാണ് പറയുന്നത്. വൈലുൻ ലിൽ മുത്തഫിഫീൻ, അളവിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അവർക്ക് മഹാനാശമുണ്ട് എന്നാണ് പറയുന്നത്.
എന്താണ് സഹോദരങ്ങളെ അളവിൽ കൃത്രിമം കാണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു വളരെ കൃത്യമായി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇനം, കച്ചവടക്കാരിലും മറ്റുമൊക്കെ കാണുന്ന പ്രധാനപ്പെട്ട ആ ഒരു ഇനം അടുത്ത ആയത്തിൽ തന്നെ അത് വിശദീകരിക്കുകയാണ്. എന്താണ് മുത്തഫിഫൂനുകൾ, അളവിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളുടെ ആ ഒരു രീതി എങ്ങനെയാണ്? അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ. ഇക്താല എന്ന് പറഞ്ഞാൽ അളന്നെടുക്കുക എന്നാണ് അർത്ഥം. അപ്പം അല്ലദീന യാതൊരുവരാണ്, ആ മുത്തഫിഫൂനുകൾ ആരാണ്? ഇദക്താലു അലന്നാസ്, ജനങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് തൂക്കി വാങ്ങുന്ന സമയത്ത് യസ്തൗഫൂൻ, അവർ തികച്ചെടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏതൊരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാർട്ടികൾ അയാൾക്കുണ്ടാകും. ഒന്ന്, അയാൾ സാധനം എടുക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, രണ്ടാമത് അയാൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ടാകും. ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരാളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എടുക്കുന്ന സമയത്ത് ഇനി അതല്ല ജനങ്ങളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചില സാധനങ്ങൾ വാങ്ങിയിട്ട്, അല്ലെ തേങ്ങ കൊപ്പര വാങ്ങിയിട്ട് വെളിച്ചെണ്ണ കൊടുക്കുകയൊക്കെ ചെയ്യൂലേ. അപ്പോൾ ആ ഇങ്ങോട്ടേക്ക് വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് കൃത്യമായ തൂക്കമായിരിക്കും ചെയ്യുക, കൃത്യമായ തൂക്കമായിരിക്കും. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ആളുകൾക്ക് എന്ത് ചെയ്യുന്ന പറയാം, ഇങ്ങോട്ട് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തുലാസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. എന്ത് ചെയ്യും? അത് പെട്ടെന്ന് തൂങ്ങുന്ന രൂപത്തിലേക്കാക്കും. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കൊപ്പര വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തുലാസ് പെട്ടെന്ന് തൂങ്ങും. 1 കിലോ ആവണ്ട, ഒരു ചിലപ്പോൾ എന്ത് ചെയ്യും, ആളുകളെ പറ്റിച്ചിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞ അളവിൽ തന്നെ എന്ത് ചെയ്യും, അത് തൂങ്ങുന്ന രൂപത്തിലേക്ക് ഉണ്ടാകും. എന്നാൽ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കുറവ് വരുത്തും. അയാൾ വെളിച്ചെണ്ണ കൊടുക്കുന്ന സമയത്ത് അതിൽ കുറവ് വരുത്തും. ഏത് നിലക്കാണെങ്കിലും ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് അയാൾ ഒന്നുകിൽ അവരെ അവിടെയും വഞ്ചിക്കും, അതല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് എടുക്കും. കുറഞ്ഞു പോകാൻ സമ്മതിക്കില്ല. വളരെ സൂക്ഷ്മമായിട്ട് 1 കിലോ കിട്ടേണ്ട അടുത്തൊന്ന് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അയാൾ ഉണ്ടാക്കുകയേ ചെയ്യില്ല. അത് അയാൾ വളരെയധികം എന്ത് ചെയ്യും, ശ്രദ്ധിക്കുന്നതായിരിക്കും, കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കുന്നതായിരിക്കും. എന്നാൽ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരത് വളരെ കണിശമായി പറയും. അതാണ് അല്ലാഹു തആല പറയുന്നത് അതിൽ അടുത്ത ആയത്തിൽ, ഇദാ കാലൂഹും, അവർ ജനങ്ങൾക്ക് തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ, ജനങ്ങൾക്ക് അളന്നു കൊടുക്കുകയാണെങ്കിൽ. കാല എന്ന് പറയുന്ന വാക്കിനർത്ഥം അളന്നു എന്നാണ് അർത്ഥം. കാല അല്ല, കാഫ് പറഞ്ഞു എന്നാണ്. കാല, കാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അളക്കുന്നതിനാണ് പറയുക. ഇപ്പോൾ എണ്ണയും മറ്റുമൊക്കെ അളന്നാണ് കൊടുക്കുക. അളന്ന് പഴയ കാലത്ത് അളന്ന് കൊടുക്കുന്ന രീതിയുണ്ട്. ഈത്തപ്പഴവും അരിയും ഒക്കെ അളന്നാണ് അന്ന് കൊടുത്തിരുന്നത്, തൂക്കമില്ല. സാ വെച്ചിട്ട് കൊടുക്കും. 1 സാ 2 സാളൊക്കെ അളവുകളാണ്. ഇനി അത് തൂക്കുകയാണെങ്കിൽ ഔ വസനൂഹും, തൂക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിലും യുഹ്സിറൂൻ, അവർ കുറവ് വരുത്തുന്നതാണ്, നഷ്ടം വരുത്തും. ആർക്കാണ് കൊടുക്കുന്നത് അവർക്ക് നഷ്ടമായിരിക്കും. ആ രൂപത്തിലാണ് ചെയ്യുക. അപ്പം മുത്തഫിഫൂനുകൾ അളവിൽ അല്ലെങ്കിൽ തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവം അല്ലാഹു തആല പറയാണ്. ജനങ്ങളോട് അളന്ന് വാങ്ങുകയാണ് എങ്കിൽ അതവർ തികച്ചെടുക്കും, കൃത്യമായിരിക്കും, ഇവനൊരു നഷ്ടം വരുന്ന രൂപത്തിലേക്ക് ആക്കുകയില്ല. എന്നാൽ ജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ കുറവ് വരുത്തും എന്നുള്ള സ്വഭാവമാണ് സഹോദരങ്ങളെ ഇവിടെ ഉള്ളത്. എന്നാൽ വേറെ ചിലരുണ്ട്, അവർ നീതിയോടുകൂടി വർത്തിക്കുന്ന ആളുകളാണ്. അഥവാ ഇങ്ങോട്ടേക്ക് വാങ്ങുന്ന സമയത്ത് അത് കൃത്യമാണ്, അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്തും വളരെ കൃത്യമാണ്. ഇങ്ങനെയുള്ളൊരു ഭാഗം അവരെ പണ്ഡിതന്മാർ പറയാറുള്ളത് അവർ മർത്തബത്തുൽ ആദിൽ, നീതിയോടുകൂടി വർത്തിക്കുന്ന ആളുകളാണ്. ഇനി മർത്തബത്തു തഫദ്ദുലുണ്ട്, അഥവാ ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ള ഹക്ക് അത് അവരെ സംബന്ധിച്ചിടത്തോളം അതിലേശം കുറഞ്ഞാലും അത് കുഴപ്പമാക്കില്ല. ഇങ്ങോട്ടേക്ക് കിട്ടുന്നത് ഹക്ക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായി നമ്മളെ ഭാഗത്തൊരു തെറ്റും വരികയില്ല എന്ന സൂക്ഷ്മത കാരണത്താൽ കുറച്ചധികം വെച്ച് കൊടുക്കും. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കുറവ് വരണ്ട എന്നുള്ള നിലക്ക് അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ 3 ദർജയിലുള്ള ആളുകൾ കാണാൻ സാധിക്കും. ഏറ്റവും അല ദറജാത്ത്, ഉന്നതമായ പദവി അലങ്കരിക്കുന്നവർ മുത്തഫദ്ദിലുകളാണ്. ഇങ്ങോട്ടേക്കുള്ള കാര്യത്തിൽ അവർ പരമാവധി വിട്ടുവീഴ്ചയൊക്കെ കൊടുക്കും. ഇങ്ങോട്ടേക്ക് തരാൻ പോകുന്ന കാര്യത്തിലൊക്കെ കുറച്ചെടുത്താലും കുഴപ്പമില്ല. പക്ഷെ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ പരമാവധി കൃത്യമാക്കാനും അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്ന മുത്തഫദ്ദിലുകളുണ്ട്. വലിയ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തേത് മർത്തബത്തുൽ ആദിൽ, നീതിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങോട്ടും കൃത്യം അങ്ങോട്ടും കൃത്യം. അവരാക്ഷേപിക്കപ്പെടുന്നവരെല്ലാം വളരെ കൃത്യമായി ഇസ്ലാമിൻ്റെ ഹക്ക് പാലിക്കുന്നവരാണ്. അത് മതി, അത് ചെയ്താൽ മതി. എന്നാൽ മർത്തബത്തു തത്ഫീഫ്, ഈ പറയുന്ന രൂപത്തിൽ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അവിടെയും ജനങ്ങൾക്ക് നഷ്ടം, അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ അവിടെയും ജനങ്ങൾക്ക് നഷ്ടം. ഇനി അതല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് അവൻ്റെ ഒരു നഷ്ടം വരുന്ന ഒരു പ്രവൃത്തി അവനിൽ ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇത് കേവലം കച്ചവടത്തിൽ മാത്രം വരുന്നൊരു കാര്യമല്ല. മറിച്ച് മുഫസ്സിറുകൾ ഇതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ഏതൊരു ഹക്കിലും ഇങ്ങോട്ടേക്ക് ലഭിക്കാനുള്ള ഹക്കൊക്കെ അവൻ കൃത്യമായി അത് ചോദിച്ച് മനസ്സിലാക്കി വാങ്ങുകയും, എന്നാൽ പകരം അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട സമയത്ത് അതിൽ അലംഭാവം കാണിക്കുന്ന ആളുകളൊക്കെ മുത്തഫിഫൂനുകളാണ് എന്നാണ് പറയുന്നത്.
ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ചില ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇത് സംഭവിക്കാറുണ്ട്. ഭാര്യ ഇങ്ങോട്ട് ചെയ്തു തരേണ്ട ഹക്കൊക്കെ വളരെ കൃത്യമായി അവനെന്ത് ചെയ്യും, അത് ചോദിച്ചു വാങ്ങിക്കും. ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടതൊക്കെ യസ്തൗഫൂൻ, അത് പൂർത്തീകരിച്ചിട്ട് തന്നെ അവനെന്ത് ചെയ്യും, അതെടുക്കും. എന്നാൽ തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട ഹക്കുണ്ടാകും, അതിൽ വലിയ ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അത് തിരിച്ചനി ഭാര്യ, അങ്ങനെയുള്ള ഭാര്യമാരും ഉണ്ടാകും. ഇങ്ങോട്ടേക്ക് കിട്ടേണ്ട ഹക്കുകളൊക്കെ വളരെ കൃത്യമായി, അവൻ്റെ ചെലവിനുള്ളൊരു രൂപ പോലും അത് കൃത്യമായി നഷ്ടപ്പെടുത്താതെ കൃത്യമായി വാങ്ങിക്കുകയും, എന്നാൽ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ഹക്കുകളിൽ പല രൂപത്തിലുള്ള ഹക്കുകൾ നൽകാതിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ടാകാം. ഇതെല്ലാം ഇതിൽ പെടുമെന്നാണ് പറയുന്നത്. ഇനി ജനങ്ങളോടുള്ള വിഷയത്തിൽ മറ്റുമൊക്കെ ഒരു സ്ഥാപനം നടത്തുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് ജോലി വളരെ കൃത്യമായി പണിക്കാരെ കൊണ്ട് എടുപ്പിക്കും, അല്ലേ? എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ഒഴിവാക്കി എല്ലാ പണികളും ഇങ്ങോട്ടേക്ക് കിട്ടേണ്ട ഹക്കുകളൊക്കെ സൗഫൂൻ അവർ വളരെ കൃത്യമായി എടുക്കും. എന്നാൽ തിരിച്ചു കൊടുക്കാനുണ്ടല്ലോ, ഈ ജോലി എടുക്കുന്ന വെറുതെ ആണോ? കൃത്യമായ സമയത്ത് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്, വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിൽ വളരെ കണിശതായിരിക്കും. അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട ഹക്കൊന്നും വളരെ കൃത്യമായി ചെയ്തു കൊടുക്കുകയില്ല, അതിൽ കുറവ് വരുത്തും. ഇവരൊക്കെ ഈ മുത്തഫിഫൂനുകളിൽ പെടും എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരവും നോമ്പും സക്കാത്തിലൊക്കെ വീഴ്ച വരുത്തുന്നവരും മുത്തഫിഫൂനുകളിലാണ് പെടുക, അഥവാ കൃത്രിമം കാണിക്കുന്ന വീഴ്ച വരുത്തുന്ന ആളുകളിലാണ് പെടുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പറഞ്ഞു, വൈലുൻ ലിൽ മുത്തഫിഫീൻ, അളവിൽ കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശമാണ്. അല്ലദീന ഇദക്താലു അലന്നാസ്, ജനങ്ങളോട് അവർ അളന്നു വാങ്ങുകയാണെങ്കിൽ യസ്തൗഫൂൻ, അവർ തികച്ചെടുക്കുന്നവരായിരിക്കും. വൈദാ കാലൂഹും, ജനങ്ങൾക്ക് അവർ അളന്നു കൊടുക്കുകയാണെങ്കിൽ ഔ വസനൂഹും, ഔ എന്നുള്ളത് ഓർ എന്നാണ് കേട്ടോ, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ് ഔ എന്ന് പറയുന്നത്. ആ ഔവിൻ്റെ കൂടെ വസനൂഹും എന്ന് വന്നതുകൊണ്ടാണ് ആ വാവ് നമ്മൾ മുദ്ഗമായിട്ട് ഇരട്ടിപ്പിച്ച് ഔ വസനൂഹും, രണ്ടും കൂടെ ഒരൊറ്റ അക്ഷരമായി പാരായണം ചെയ്യുന്നത്. രണ്ട് അക്ഷരമാണ്. വഇദാ കാലൂഹും ഔ വസനൂഹും, അവർ അളന്നു കൊടുക്കുകയോ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യും, യുഹ്സിറൂൻ, ജനങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന, കുറവ് വരുത്തുന്ന രീതിയിലായിരിക്കും അവർ ചെയ്യുക. ഇതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വലിയ തിന്മ ചെയ്യുന്ന ആളുകളെ വഞ്ചിക്കുകയും അതുപോലെ ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യമൊക്കെ കൃത്യമായി വാങ്ങിയെടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ വഞ്ചകരായ അക്രമികളായ ആളുകളോട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലാ യദുന്നു ഉലൈക്, ഇക്കൂട്ടർക്ക് ഒരു വിചാരമില്ലേ, അവർ വിചാരിക്കുന്നില്ലേ, അന്നഹും മബ്ഊസൂൻ, പരലോകമുണ്ട്, നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ജനങ്ങളൊക്കെ പറ്റിക്കുന്നുണ്ട്, എല്ലാവരെയും പറ്റിക്കുന്നുണ്ട്, വഞ്ചിക്കുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നും ഇതിനെക്കുറിച്ചൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയില്ല എന്നും, നീ ഇങ്ങനെ ആളുകളെ പറ്റിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ വരുമാനവും അതുപോലെ ഇങ്ങനെയുള്ള സമ്പാദ്യമൊക്കെ ഇതൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? അലാ യദുന്നു ഉലൈക് അന്നഹും മബ്ഊസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നാണോ ഇക്കൂട്ടർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ലിയൗമിൻ അലീം, ഭയങ്കരമായ ഒരു ദിവസത്തിലേക്ക്, അതായത് അല്ലാഹു തആല ഖിയാമത്ത് നാളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മഹത്തരമായ ഭയങ്കരമായ ആ ഒരു ദിവസത്തിലേക്ക് ഇവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നാണോ ഇക്കൂട്ടർ വിചാരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മുത്തഫിഫൂൻ എന്നുള്ളത് തത്ഫീഫ് എന്ന് പറഞ്ഞാൽ ഷെയ്ഉൻ ഖലീൽ എന്ന അർത്ഥമുണ്ട്, ചെറിയ കുറവാണ്, വളരെ കുറഞ്ഞൊരു കാര്യത്തിനാണ് തത്ഫീഫ് എന്ന് പറയുക. അഥവാ പൊതുവേ ഇത്തരത്തിലൊക്കെ വീഴ്ച വരുത്തുന്ന കച്ചവടക്കാരൊക്കെ നിസ്സാരമായ രൂപത്തിലാണ് ആളുകളെ പറ്റിക്കുക. കാരണം വലിയ രീതിയിൽ പറ്റിച്ചാൽ പിടിക്കപ്പെടും, അല്ലെ? വലിയ രീതിയിൽ വലിയ 1 കിലോ കൊടുക്കേണ്ടടുത്ത് 1/2 കിലോ കൊടുത്ത ആൾ പിടിക്കും. ചിലപ്പോൾ 100 ഗ്രാം കുറച്ചാൽ പോലും പിടിക്കും. അപ്പോൾ ചെറിയ രൂപത്തിൽ പറ്റിക്കും, വളരെ കുറഞ്ഞ എമൗണ്ടിൽ. 10 ഗ്രാം 15 ഗ്രാം ആര് ശ്രദ്ധിക്കില്ല, അല്ലേ? ഒരു നാരങ്ങ കൊടുക്കുന്ന സമയത്ത് ഒരു 950 ഗ്രാമായ 50 ഗ്രാമിനെ കുറിച്ചിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇല്ല. പലപ്പോഴും അത് അളവ് തൂങ്ങുന്നതിന് മുമ്പേ തന്നെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒറ്റയേറ് എറിഞ്ഞിട്ട് അത് തൂങ്ങുന്നതിന് മുമ്പ് തന്നെ എടുത്ത് കൊടുക്കും. വഞ്ചിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ, സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഇങ്ങനെ ആളുകൾക്ക് തൂക്കിക്കൊടുക്കും, മനഃപൂർവ്വം ചെയ്തിട്ടുള്ള 1 ഗ്രാം ആണെങ്കിലും റബ്ബിൻ്റെ അടുക്കൽ അത് കണക്കുണ്ട്. അതൊന്നും ആരും നോട്ട് ചെയ്യാതെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ടതില്ല. അതാണ് അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അലീം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഒരു കച്ചവടക്കാരൻ പറയുകയുണ്ടായി, സാന്ദർഭികമായി പറയാണ്,
ഒരു ഓയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പാക്കറ്റ് ഓയിൽ വലിയ ടാങ്കറിൽ കൊണ്ടുവന്നിട്ട് പാക്കറ്റ് ആക്കിയിട്ട് ഒരു ബ്രാൻഡ് ചെയ്തിട്ട് അത് കൊടുക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. അപ്പോൾ അയാൾ പറഞ്ഞത്, നമ്മൾ 1 ലിറ്റർ പാക്ക് ചെയ്യുന്ന സമയത്ത്, തൂക്കുന്ന സമയത്ത് എന്തായാലും ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് എയർ കയറി കിടക്കുന്നുണ്ടാകും. അതിനുശേഷം അടുത്ത പാക്കിംഗ് സ്റ്റേജാണ്, അതിനെ കൃത്യമായി പാക്ക് ചെയ്യും. പക്ഷേ ഈ എയർ നമ്മൾ കൃത്യമായി പുറത്താക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 ഗ്രാമിൻ്റെ വ്യത്യാസം കാണിക്കും. ഇപ്പോൾ ആ പാക്കിങ്ങിൽ അത് 900 ഗ്രാമിൻ്റെ പാക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ 890 ഉണ്ടാവുള്ളൂ. ഈ എയർ ഉൾപ്പെടെ, എയറിനൊരു വെയിറ്റ് ഉണ്ടാവും ഇതും കൂടെ വരുമ്പോൾ, എയർ ഉൾപ്പെടെ അത് ഫില്ല് ചെയ്താൽ 900 ഗ്രാം ഉണ്ടാവും, 10 ഗ്രാമിൻ്റെ കുറവുണ്ടാവും. ഈ വ്യക്തിക്ക് അറിയാതെ അയാൾ പറയാണ്, പലരും ഇത് ശ്രദ്ധിക്കാറില്ല, ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറുള്ളത് എന്നാണ്. നമ്മൾ വിചാരിക്കും ഒരു 10 ഗ്രാം ഓയിൽ എന്തോ വളരെ കുറഞ്ഞ എമൗണ്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ അദ്ദേഹം പറയുന്നത് അവരൊരു ടാങ്കർ വിറ്റിട്ട്, അതായത് ടാങ്കറിലുള്ള ഓയിൽ ഇങ്ങനെ പാക്കിങ്ങിൽ മാറ്റി കഴിയുന്ന സമയത്ത് 3 ലക്ഷം രൂപയുടെ ലാഭം അതുകൊണ്ട് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. 3 ലക്ഷം രൂപയുടെ ലാഭം ഇത് ഈ രൂപത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഷെയ്ൻ, ഈ തത്വഫീഫ് എന്ന് പറഞ്ഞാൽ ഷെയ്ൻ ഖലീലാണ്. ഇതൊന്നൊരു മനുഷ്യനിപ്പോൾ ആരെങ്കിലുമൊക്കെ ഓയിൽ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അതിലൊരു 10 ഗ്രാം അവർ എയർ വേണ്ടെന്നില്ല, ഓയിലായിട്ട് തന്നെ കുറച്ചാൽ പോലും നമ്മളാരും ഇപ്പോൾ പോയിട്ടത് നോക്കൂല അല്ലേ. നമ്മളാരെങ്കിലും ഇപ്പോൾ ഓൾറെഡി പാക്ക് ചെയ്ത് കിലോഗ്രാമോ ലിറ്ററോ ഒക്കെ എഴുതിയത് നമ്മൾ പോയി വീണ്ടും തൂക്കാറുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിനിപ്പോൾ തൂക്കിയിട്ട് നമുക്കൊരു 5 ഗ്രാമോ 10 ഗ്രാമോ കുറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അതിൻ്റെ നിയമ നടപടിക്ക് പോകും, അതിൻ്റെ പ്രയാസം വിചാരിച്ചിട്ട്? ഇല്ല. ആകെ 5 രൂപ 10 രൂപേൻ്റെ കേസായിരിക്കും. നമ്മൾ ആരും അതിന് മെനക്കെടാൻ പോലും നിൽക്കാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആളുകൾ വഞ്ചിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കുമ്പോഴേക്കും 3 ലക്ഷം രൂപ അവിടെ മറിയുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ടാങ്കർ ഇറക്കി ഓയിൽ ചെയ്യുന്ന സമയത്ത് 3 ലക്ഷം രൂപ മറിയുകയാണ്. അപ്പോൾ ഇതേപോലെ പല കാര്യങ്ങളിലും മനഃപൂർവ്വം അറിഞ്ഞ് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കറിയില്ല, ഇറച്ചിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലരെന്ത് ചെയ്യും, വെള്ളം അതിൽ നിറച്ച് വെച്ചിട്ട് അതിൽ വെയിറ്റ് കൂട്ടുന്ന ആളുകളുണ്ട്. വെള്ളം അതിൽ നിറച്ച് വെക്കും. വെള്ളത്തിന് 1 ലിറ്ററിന് എത്ര വില? വെള്ളത്തിന് 1 ലിറ്ററിൻ്റെ വില 15 രൂപ. നമുക്ക് വളരെ റീറ്റെയിലായിട്ട് തന്നെ കിട്ടുന്ന വിലയാണ്. ഇറച്ചിക്ക്, ഒരു ആട് ഇറച്ചിക്ക് വില 650-700 രൂപയാണ്. ഈ 650-700 രൂപ ഉള്ള ആട്ടിറച്ചിയുടെ കൂടെയാണ് വെള്ളം മിക്സ് ചെയ്യുമ്പോൾ എത്ര വലിയ വ്യത്യാസമാണ്. അതൊരു 100 ഗ്രാം വെള്ളമാണ് അതിൽ വന്നത് എങ്കിൽ പോലും, നമ്മൾ 1 കിലോ വാങ്ങുമ്പോൾ 50 ഗ്രാമാണ് വന്നത് എങ്കിൽ പോലും വലിയ വ്യത്യാസം, 50-60 രൂപയുടെയൊക്കെ വ്യത്യാസം അവിടെ ഒരാൾക്ക് ഈ രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഗൗരവമുള്ള കാര്യമാണ്. കച്ചവടം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പിശാച് തോന്നിപ്പിച്ചു തരും. കാരണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, മാർക്കറ്റിൽ നിലനിൽപ്പില്ല എന്നൊക്കെ തോന്നിപ്പിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട്. മനസ്സിൽ കുത്തോടുകൂടി ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം അവർ നിസ്കരിക്കുന്നവരൊക്കെ ആയിരിക്കും. ഇനി നിസ്കാരവും നോമ്പൊന്നും ഇല്ലാത്തവനാണെങ്കിൽ യാതൊരു പ്രയാസവും അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ആളുകളെ വഞ്ചിക്കുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. ഇങ്ങനെ സഹോദരങ്ങളെ ഗൗരവമുള്ള കാര്യമാണിത് എന്നുള്ളത് കൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു തആല അവരെ താക്കീത് ചെയ്തുകൊണ്ട് പറയുകയാണ്, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങളൊക്കെ വരും. ആ ഒരു ചിന്ത നിങ്ങൾക്കില്ലേ? ലിയൗമിൻ അളീം, മഹത്തരമായ ദിവസമാണത്. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, അതെ, ലോകരക്ഷിതാവായ ലോകങ്ങളുടെ റബ്ബായ ജനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് എഴുന്നേറ്റ് വരുന്ന ദിവസമാണത്. ഖബറിൽ നിന്നും എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഖിയാമത്ത് നാളിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കുറേ പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ മനുഷ്യരും അവർ പുറപ്പെട്ടു വരുന്നത് ഹുഫാത്തുകളായിട്ടാണ്, ഉറാത്തുകളായിട്ടാണ്, ഗുർലനായിട്ടാണ്, അഥവാ നഗ്നപാതരായി, വിവസ്ത്രരായി, ചേലാകർമ്മം ചെയ്യാത്തവരായി. ആ രൂപത്തിലാണ് മനുഷ്യർ അവരുടെ ഖബറിൽ എഴുന്നേറ്റിരിപ്പിക്കപ്പെടുന്നത്, ഖബറിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരപ്പെടുന്നത്. അവർ ഖബറിൽ നിന്നും മഹ്ശറയുടെ വിശാലമായ ഭൂമിയിലേക്ക് നടന്നെടുക്കുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. ലോകാവസാനത്തിൻ്റെ ഭയാനകമായ ചിന്തകൾ കാരണത്താൽ ഇവരുടെ കണ്ണുകൾ താഴ്ന്നിരിക്കും, കീഴ്പോട്ട് താഴ്ന്നിരിക്കും. അവരുടെ തലകൾ അതിങ്ങനെ ബേജാറ് കൊണ്ട് അത് ആ രൂപത്തിൽ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. അന്നേ ദിവസം സൂര്യൻ 1 മൈലപ്പുറത്ത് അത് താണു വരുന്നതായിരിക്കും. അത് കാരണത്താൽ തന്നെ മനുഷ്യർ വേർത്തൊലിച്ചുകൊണ്ട് അവരുടെ ചിലരുടെ വേർപ്പുകൾ അവരുടെ നിര്യാണിയുടെ അത്ര മാത്രമായിരിക്കും, ചിലരുടേത് കണങ്കാലിൻ്റെ അത്രയും ഉണ്ടായിരിക്കുന്നതായിരിക്കും, ചിലരുടേത് അവരുടെ അരയുടുപ്പോളം ഉണ്ടാകുന്നതായിരിക്കും, ചിലരുടേത് കഴുത്തറ്റമുണ്ടാകും, ചിലരുടേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ചെവിക്കുറ്റി വരെ ഉണ്ടാകും. അത്രയും പ്രയാസമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പരലോകത്തേക്കുള്ളത്. അപ്പോൾ ആ പരലോകത്ത് സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള എല്ലാ ദുനിയാവിൽ ആളുകളെ വഞ്ചിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്ത ആളുകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എഴുന്നേറ്റ് വരുന്നതാണ് എന്ന്
അള്ളാഹു താല അവരെ താക്കീത് ചെയ്യുകയാണ്. ഈ ആയത്ത് കേട്ടിട്ടെങ്കിലും, ഈ ഖുർആനിലെ ഈ വാക്കുകൾ കേട്ടിട്ട് അവരത് അനുസരിക്കട്ടെ എന്ന നിലക്ക്. ശരിയാണ്, മദീനയിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ ഈ ആയത്ത് കേട്ടപ്പോൾ വളരെ കൃത്യമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതുപോലെ ഫഅഹ്സനുൽ കൈല ബഅദ ദാലിക്, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം അവരുടെ തൂക്കമൊക്കെ നന്നാക്കി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം റബ്ബു സുബ്ഹാനഹു വ തആല പറയുന്ന ബാക്കിയുള്ള ആയത്ത് പാരായണം ചെയ്തതിന് ശേഷം മനസ്സിലാക്കാവുന്നതാണ്. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ വമാ അദ്റാക മാ സിജ്ജീൻ കിതാബും മർഖൂം വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين كلا بل ران على قلوبهم ما كانوا يكسبون. ഇവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കല്ലാബൽ അവിടെ നിർത്തേണ്ടതാണ്. അവിടെ ഒരു ചെറിയൊരു സക്ത, ആ ഒരൊറ്റ ശ്വാസം ഒന്ന് നിർത്തുക, പൂർണ്ണമായൊരു വഖഫല്ല. കല്ലാബൽ റാന അല ഖുലൂബിഹിം, ആ രൂപത്തിലേക്ക് ഒന്ന് നിർത്തിയിട്ടാണ് അത് പാരായണം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ, നിസ്സംശയം ദുർമാർഗികളുടെ രേഖ സിജ്ജീനിൽ തന്നെയായിരിക്കും. ഇത്തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചിട്ടുള്ള ഫുജ്ജാറുകളുടെ രേഖ അത് സിജ്ജീനിലായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ആരാണ് ഏറ്റവും വലിയ ഫുജ്ജാറുകൾ, ദുർമാർഗികൾ? പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഒന്നാം സ്ഥാനം അത് തൗഹീദിൽ നിന്നും ഷിർക്കിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന, പരലോകത്തെ നിഷേധിച്ചിട്ടുള്ള മുശ്രിക്കുകളായ ആളുകളാണ്. പരലോകത്തെ നിഷേധിച്ചവർ ഫുജ്ജാറുകളാണ്. ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകൾ ഫുജ്ജാറുകളാണ്. അതോടൊപ്പമാണ് തിന്മകൾ ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യുന്ന ആളുകളും അവർ ധിക്കാരികളാണ്, ഫുജ്ജാറുകളാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്ഥാനം പറയുന്നത് കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ, സിജ്ജീനിലാണുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സിജ്ജീൻ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടുന്ന് ചോദിക്കുന്നു, വമാ അദ്റാക മാ സിജ്ജീൻ, ഓ നബിയെ താങ്കൾക്കറിയുമോ എന്താണ് സിജ്ജീൻ എന്നുള്ളത്? ഇവിടെ സിജ്ജീൻ എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയല്ല. കാരണം ആ വാക്ക് അറബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയാണ്. മറിച്ച് സിജ്ജീൻ എന്ന് പറയുന്ന ആ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്താണ് പറഞ്ഞിട്ടുള്ളത്. ആ സിജ്ജീൻ എവിടെയാണുള്ളത്? അത് 7 ഭൂമികൾക്കടിയിൽ, 7 ഭൂമികൾക്കടിയിലാണ്, ആ താഴ്ഭാഗത്താണുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതായത് മരിച്ചതിന് ശേഷം ഓരോ വ്യക്തിയുടെയും, ഫുജ്ജാറുകളായ ആളുകളുടെ റൂഹുമായിട്ട് മലക്കുകൾ ആകാശലോകത്തേക്ക് ഉയർന്നു പൊങ്ങാൻ ശ്രമിക്കും. പക്ഷെ ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് പറയപ്പെടുമ്പോൾ അവിടെ അവർക്ക് വാതിലുകൾ തുറന്നു കൊടുക്കപ്പെടുകയില്ല. മറിച്ച് ആ റൂഹ് വലിച്ചെറിയുകയാണ് ചെയ്യുക. അങ്ങനെ അയാളോട് പറയപ്പെടും, ഉക്തുബു കിതാബഹു ഫി സിജ്ജീൻ ഫിൽ അർളി സുഫ്ല, ഭൂമിക്ക് താഴെയുള്ള സിജ്ജീനിലേക്ക് ഇവൻ്റെ പേര് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുകയാണ്. സിജ്ജീൻ എന്ന് പറഞ്ഞാൽ നരകക്കാരുടെ പേര് രേഖപ്പെടുത്തുന്ന ലിസ്റ്റിനെ കുറിച്ചാണ് പറയപ്പെടുന്നത് എന്ന അഭിപ്രായം കാണാൻ സാധിക്കും. അതല്ല, സിജ്ജീൻ എന്ന് പറയുന്ന നരകത്തിലൊരു സ്ഥാനമാണ് എന്നെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ സിജ്ജീനെ കുറിച്ചുണ്ട്. വേറെ ചിലർ പറഞ്ഞു അത് നരകക്കാരുടെ അമലുകൾ രേഖപ്പെടുത്തുന്ന കാര്യമാണ് സിജ്ജീൻ. ഇങ്ങനെ പല രൂപത്തിലും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആ സിജ്ജീനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു തരുന്നുണ്ട്. അത്
കിതാബുൻ മർഖൂമാണ്, അത് രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാകുന്നു എന്നാണ് പറയുന്നത്. ഒമാ അദ്റാകമാ സിജ്ജീൻ, സിജ്ജീൻ എന്താണെന്ന് എനിക്കറിയുമോ? കിതാബുൻ മർഖൂം, വളരെ കൃത്യമായി റക്കമുകളിട്ട് എണ്ണ തിട്ടപ്പെടുത്തി വളരെ കൃത്യമായി അതിലെല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിന്മകൾ ചെയ്യുന്ന അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന അതല്ലാത്ത മറ്റേത് തിന്മകൾ ചെയ്യുന്നവരുടെ ആ കാര്യങ്ങളെല്ലാം തന്നെ റബ്ബു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഹർഫ് പോലും മാഞ്ഞു പോകുകയില്ല. ഇത്രയും വർഷങ്ങളായതിനാൽ, ലോകത്ത് കോടാനുകോടി മനുഷ്യരുണ്ടായതിനാൽ എന്തെങ്കിലുമൊക്കെ അതിലൊരു കുറവ് വരിക, അതിലെന്തെങ്കിലുമൊക്കെ മാഞ്ഞു പോവുക, ഒരു പേജ് ഇല്ലാതായി പോവുക, അങ്ങനെ ഒരു സംഭവമില്ല. അത് കിതാബുൻ മർഖൂമാണ്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അതിലൊന്നും തന്നെ കുറഞ്ഞു പോകുകയില്ല എന്നാണ് പറയുന്നത്. ഖുർആനിൽ പൊതുവെയുള്ളൊരു ശൈലിയാണ് വമാ അദ്റാക എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചിട്ട് ശേഷം ഉത്തരം പറയുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വമാ അദ്റാക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫഖ്റ മാ ബഅദഹു ഫഇന്നഹു ബയാൻ, അതിന് ശേഷമുള്ള നിങ്ങൾ എന്തായാലും വായിക്കണം, കാരണം അത് അതിൻ്റെ വിശദീകരണമാണ്. അല്ലാഹു തആല ചോദിച്ചല്ലോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, തീർച്ചയായും ഖുർആനിനെ ലൈലത്തുൽ ഖദ്റിലാണ് നാം ഇറക്കിയിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ അതെന്താണെന്ന് താങ്കൾക്കറിയുമോ എന്നാണ് ചോദിച്ചത്. പിന്നീട് ആ ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് ശേഷം വിശദീകരിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായിക, അങ്ങനെ സൂറത്തിൻ്റെ അവസാനം വരെ ആ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. അപ്പോൾ ഖുർആനിൽ എവിടെയെങ്കിലുമൊക്കെ വമാ അദ്റാക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശേഷമുള്ള ആയത്ത് പാരായണം ചെയ്യുക, അതതിൻ്റെ വിശദീകരണമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വമാ അദ്റാക മാ സിജ്ജീൻ, സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? കിതാബുൻ മർഖൂം, അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണ്, അതിലൊന്നും തന്നെ മറന്നുപോകുകയോ ഒന്നും തന്നെ മാഞ്ഞു പോകുകയോ ഇല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല അറിയിക്കുന്നു വൈലുൻ യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളുന്നവർക്കാണ് നാശം, അവർക്കാണ് നരകം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നിഷേധിച്ച ആളുകൾക്ക്, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് നിഷേധിച്ച, ഖുർആനിനെ കളവാക്കിയ ആളുകൾക്ക് അന്നേ ദിവസം നാശമാണ്. വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം, അതുകൊണ്ട് നിഷേധിച്ച ആളുകൾ അതിർവരമ്പുകൾ ലംഘിച്ചവനും മഹാപാപിയുമായിട്ടുള്ളവരല്ലാതെ ഇല്ല. മുഅ്തദ്, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളെ നിഷേധിക്കുന്നവനെയാണ് മുഅ്തദ് എന്ന് പറയുന്നത്. അതുപോലെ അസീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസിം എന്ന് പറഞ്ഞാൽ പാപി എന്നാണ് അർത്ഥം. ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. ഇസ്മുൻ ഇസ്മുൻ എന്ന് പറഞ്ഞാൽ നാമം എന്നാണ്. ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. അസിമ എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു എന്നാണ്. ആ ചെയ്യുന്ന വ്യക്തിക്ക് ആസിം എന്ന് പറയും. പാപം ചെയ്യുന്ന വ്യക്തിക്ക്, ഒരു വ്യക്തിക്ക് ആസിം എന്ന് പറയും. അങ്ങനെ ഒന്നും പേരിട്ടേക്കരുത്, ശ്രദ്ധിക്കണം. ആസിം പേരിടരുത്, പാപം ചെയ്യുന്നതിനാണ് അർത്ഥം. എന്നാൽ ഒരുപാട് പാപം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അസീം എന്ന് പേരിട്ടാൽ എന്ന് മനസ്സിലാക്കുക, കടുത്ത പാപിയാണ്, ധാരാളം തിന്മകൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ തിന്മകളൊക്കെ ധാരാളമായി ചെയ്യുന്ന, അല്ലെങ്കിൽ തിന്മകൾ ചെയ്യേണ്ടതായ അള്ളാഹുവിൻ്റെ കിതാബ് അതിനെ കളവാക്കുന്ന ആളുകളല്ലാതെ യഥാർത്ഥത്തിൽ ഈ പരലോകത്തെ നിഷേധിക്കുകയില്ല, ഇങ്ങനൊരു ദിവസത്തെ നിഷേധിക്കുകയില്ല. വൈലു യൗമ ഇദിൽ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളിയവർക്ക് നാശം. ആരാണ് നിഷേധിച്ചു തള്ളിയത്? അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ, ഈ ഒരു പ്രതിഫല ദിവസത്തെക്കുറിച്ച്, പരലോകമുണ്ട്, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുമ്പോൾ പരിഹസിച്ചുകൊണ്ട് നിഷേധിച്ച ആളുകൾക്ക് അവർക്കാണ് നാശം. വമാ യുകദ്ദിബു ബിഹി, ആ പരലോകത്തെക്കുറിച്ച് നിഷേധിക്കുകയില്ല ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുള്ള അസീമുകൾ, അങ്ങേയറ്റം പാപങ്ങൾ, ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഭൂമിയിൽ വെച്ച് ഈ പാപികളായ ആളുകളോട് ഖുർആനിൽ ആയത്ത് പറഞ്ഞ് നമ്മളൊന്ന് വഅല് പറഞ്ഞു കൊടുത്താൽ, ഉപദേശിച്ചു കൊടുത്താൽ, സത്യത്തിലേക്ക് ക്ഷണിച്ചു കൊടുത്താൽ എന്താണ് അവർ പറയുക? ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ. ഇദാ തുത്ല, തല എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്തു എന്നാണ് അർത്ഥം. തല, അതിൽ നിന്നാണ് തിലാവത്ത് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത്. തല യത്ലു, പാരായണം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തുത്ല, പാരായണം ചെയ്യപ്പെട്ടാൽ. ഇദാ തുത്ല അലൈഹി, അവന് പാരായണം ചെയ്യപ്പെട്ടാൽ, ആയാതുന, നമ്മുടെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഖുർആനിലെ ആയത്തുകൾ അവർക്ക് പാരായണം ചെയ്യപ്പെട്ടു കൊടുത്താൽ, ഖാല അസാതീറുൽ അവ്വലീൻ, ഇവർ പറയും ഇത് പൂർവികരുടെ ഐതിഹ്യങ്ങളാണ്, ഇതൊക്കെ പഴയ ആരോ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നവർ ഇന്നുമുണ്ട്. ഖുർആനിൽ വലിയ വലിയ ആശയങ്ങളും അവർക്കൊരിക്കലും നിഷേധിച്ച് തള്ളാൻ പറ്റാത്ത രൂപത്തിലുള്ള ഖുർആനിൻ്റെ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇന്നും കുഫാറുകളായ ആളുകൾ പറയുന്നത് ഇതൊക്കെ ഏതോ ഗ്രീക്ക് ഫിലോസഫി എന്നൊക്കെ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായന അറിയില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഏതൊക്കെ പഴയ ആളുകൾ ഉണ്ടാക്കിയ എന്തൊക്കെയോ രേഖകളൊക്കെ എടുത്തു കൊണ്ടുവന്നതാണ് എന്നൊക്കെ വെറുതെ കളവ് പറയുക എന്നുള്ളതല്ലാതെ
വ്യക്തമായ അറബി ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഖുർആൻ അത് അള്ളാഹുവിൻ്റേതല്ല എന്ന് കൃത്യമായി പറയാൻ അവർക്ക് യാതൊരു രേഖയുമില്ല. അതുകൊണ്ട് അവർ പറയുന്നതാണ് ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാത്തിറുൽ അവ്വലീൻ, ഇത് അള്ളാഹുവിൻ്റെ ഒന്നല്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതല്ല, ഇതൊക്കെ ഏതോ പൂർവികരുടെ ഐതിഹ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അവരതിനെ നിഷേധിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇങ്ങനെ നിഷേധിക്കുന്ന ഈ ആളുകൾക്ക് തന്നെയാണ് നാളെ പരലോകത്ത് കടുത്ത ശിക്ഷയുണ്ടാക്കുക. അള്ളാഹു തആല പറയുന്നു കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നമുക്ക് ആയത്തുകൾ പാരായണം ചെയ്യുക. كلا بل ران على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون. നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം രണ്ട് സ്ഥലത്ത് അവിടെ വന്നു. അൻ റബ്ബിഹിം എന്നാണുള്ളത്, പക്ഷെ നമ്മൾ അൻ എന്ന് പറഞ്ഞിട്ടില്ല, അതേപോലെ അൻ എന്ന് മണിച്ചിട്ടുമില്ല, മറിച്ച് അർ റബ്ബിഹിം, അതിനെ നേരെ റായിലേക്കാണ് പോയത്, അർ റബ്ബിഹിം. അതേപോലെ യൗമ ഇദിൻ ലമഹ്ജൂബൂൻ എന്നാണ് വേറെ വേറെ പറയുകയാണെങ്കിൽ, പക്ഷേ തെൻവീന് ശേഷം ലാമു വന്നപ്പോൾ യൗമ ഇദിൽ ലമഹ്ജൂബൂൻ ആ രൂപത്തിലേക്കാണ് പാരായണം ചെയ്തത്. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ثم إنهم لصالو الجحيم ثم يقال هذا الذي كنتم به تكذبون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല അല്ല, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ദുനിയാവിൽ ചെയ്ത ഒരുപാട് തിന്മകൾ കാരണത്താൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് റാൻ വന്നിരിക്കുകയാണ്, അവരുടെ ഹൃദയങ്ങൾക്ക് കറകൾ വന്നിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത് സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അധപ്പതിച്ചു പോയത്? അവർ ധാരാളമായി ചെയ്തിട്ടുള്ള തിന്മകൾ കാരണത്താലാണ്. തിന്മയുടെ വലിയ ഒരു അപകടമാണ് സഹോദരങ്ങളെ, അതിൻ്റെ വലിയൊരു അപകടമാണ്. തിന്മകൾ ധാരാളം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഹക്ക് കേട്ടാൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഹക്ക് കേട്ടാൽ, ഖുർആനിലൊരു ആയത്ത് കേട്ടാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അതുപോലെ അള്ളാഹു കാര്യങ്ങളൊക്കെ അവന് അവതാളത്തിലാക്കി കളയും. അവനൊരു തിന്മ പരിധി വിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഹക്ക് ബാത്തിലായിട്ടും ബാത്തിൽ ഹക്കായിട്ടൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. തിന്മക്ക് ഒരുപാട് അനന്തരഫലങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും കടുത്ത ഒരു അനന്തരഫലമാണ് തിന്മകൾ നമ്മൾ എത്ര ഉപേക്ഷിക്കാതെ മുന്നോട്ടേക്ക് പോകുന്നുവോ പിന്നെ അവന് നന്മകളെ തൊട്ട് മടുപ്പായിരിക്കും. ആരെങ്കിലുമൊക്കെ ഒരു നന്മ ഉപദേശിച്ചു കൊടുത്താൽ അത് ചെയ്യാൻ തോന്നുകയില്ല. തിന്മയെക്കുറിച്ച് താക്കീത് ചെയ്യപ്പെട്ടാൽ അവനത് ഒരു പേടി മനസ്സിലുണ്ടാവുകയില്ല. തിന്മയുടെ വലിയൊരു അനന്തരഫലത്തിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഈ കാര്യം പറഞ്ഞിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ അയാളൊരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കൽബിൽ ഒരു കറുത്ത പുള്ളി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അയാളുടെ കൽബിൽ ഒരു കറുത്ത പുള്ളി വരുന്നതാണ്. അയാൾ തൗബ ചെയ്ത് മടങ്ങുകയാണ് എങ്കിൽ ആ പുള്ളി ഇല്ലാതായിത്തീരും, അത് പഴയ രൂപത്തിലേക്ക് മാറുന്നതാണ്. ആത്മാർത്ഥമായി അയാൾ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അത് ശുദ്ധമായ വെളുത്ത കൽബായി മാറുന്നതാണ്. പക്ഷേ തിന്മക്കുമേൽ തിന്മയായി അങ്ങനെ പോയി കഴിഞ്ഞാൽ റാൻ ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഈ ആയത്താണ് പാരായണം ചെയ്തത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ദുനിയാവിൽ ചെയ്ത ഒരുപാട് തിന്മകൾ കാരണത്താൽ കൽബിൽ റാൻ ബാധിച്ചിരിക്കുന്നു, കറ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ കറ ബാധിച്ച അവസ്ഥയിലേക്ക് എത്തിയാൽ ഖുർആനിൽ ആയത്ത് കേട്ടാൽ ഒന്ന് കരയാൻ സാധിക്കുകയില്ല, ഖുർആനിൽ ആയത്ത് കേട്ടാൽ ഒന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല, ഉത്ബോധനങ്ങൾ അവന് ഫലിക്കുകയില്ല. വലിയ ഉത്ബോധനങ്ങൾ കേൾക്കുന്നുണ്ടാകും. ഇത് കേട്ടിട്ട് ഇപ്പുറത്തുള്ള ആളുകൾക്ക് കരച്ചിലുകൾ വരുന്നുണ്ടാകും, അവർ തൗബ ചെയ്യുന്നുണ്ടാകും. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുലുക്കം ഉണ്ടാവുകയില്ല, ഇവനൊരു കുഴപ്പം ഉണ്ടാവുകയില്ല. നരകത്തെക്കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഒരു പേടിയും മനസ്സിലില്ല. സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുന്ന സമയത്ത് അത് നേടണമെന്നൊരാഗ്രഹവും അവനില്ല. അവന് കേവലം ദുനിയാവ് മാത്രമായി അവൻ്റെ കൽബ് ദുനിയാവിൻ്റെ അടിമയായി തീർന്നിട്ടുണ്ടാകും. ഇത് പാപങ്ങളുടെ വലിയ ഒരു അനന്തര ഫലമാണ്. പാപങ്ങൾ മനുഷ്യനെ എല്ലാ നന്മകളിൽ നിന്നും അകറ്റി അവസാനം അവന് നരകത്തിൻ്റെ
താഴ്വരയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. അല്ലാഹു തആല ഇതിനിടയിൽ ഈ ആയത്ത് കൊണ്ടുവരാനുള്ള കാരണം, തൊട്ടു മുമ്പിൽ അവർ നിഷേധിക്കാനുള്ള കാരണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളാതിരിക്കാനുള്ള കാരണം അവരുടെ ഹൃദയങ്ങളിൽ കറയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടായത് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് അവർക്കുള്ള, ആ മുശ്രിക്കുകൾക്കുള്ള ഏറ്റവും വലിയൊരു നഷ്ടം എന്താണ്? അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത്, കല്ല അല്ല, ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ, തീർച്ചയായും ഈ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം, ദീനുൽ ഇസ്ലാമിൽ വിശ്വസിക്കാതെ കാഫിറായി മുശ്രിക്കായി മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അർ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ, അവർ റബ്ബിനെ തൊട്ട് അന്നേ ദിവസം മറക്കപ്പെടുന്നതാണ്, റബ്ബിനെ കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവർക്ക് കാരുണ്യത്തോടു കൂടി നോക്കാൻ സാധിക്കുകയില്ല. റബ്ബിൻ്റെ നോട്ടവും കാരുണ്യത്തിൻ്റെ നോട്ടവും അവരിൽ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നിഅമത്ത് എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ സുഖാനുഭൂതി എന്ന് പറയുന്നത് അവനെ പടച്ച, സ്വർഗത്തെ പടച്ച ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അവൻ കണ്ണിറയെ കാണുക എന്നുള്ളതാണ്. അതവനുണ്ടാവുകയില്ല. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവുകയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ഈ ആയത്തിനെ തെളിവാക്കിയിരിക്കുന്നു. പരലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ പറ്റുമെന്നുള്ളത്. ഇതിൽ കാണാൻ പറ്റുമെന്ന് പറയുന്ന നേർക്ക് നേരെയുള്ള ആയത്തല്ല ഉള്ളത്, മറിച്ച് മുശ്രിക്കുകൾക്കുള്ള ഒരു ശിക്ഷയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ. അള്ളാഹുവിനെ ധിക്കരിച്ച, പരലോകത്തെ ധിക്കരിച്ച ആ മുശ്രിക്കുകൾ അന്നേ ദിവസം റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നതാണ്, റബ്ബിനെ കാണാൻ പറ്റുകയില്ല. അത് മുശ്രിക്കുകൾക്കുള്ളൊരു ശിക്ഷയാണ് എങ്കിൽ തീർച്ചയായും ഈ ആയത്ത് എന്തിനെ അറിയിക്കുന്നു? മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഹിജാബില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജാബ് നീക്കുന്നതാണ്, അവർക്ക് അവരുടെ റബ്ബിനെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ്. മഹ്ജൂബൂൻ, അവർക്ക് മറയിടപ്പെടുന്നതാണ്, അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുകയില്ല. സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം, പിന്നീട് അവർ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ കത്തിയെരിയുന്നതാണ്. സാല എന്ന് പറഞ്ഞാൽ കത്തിയെരിയുക എന്നാണ് അത് വാക്കിൻ്റെ അർത്ഥം. ലസാലുൽ ജഹീം, നരകത്തിൻ്റെ മറ്റൊരു പേരാണ് ജഹീം എന്നുള്ളത്. കത്തിയാളുന്ന നരകാഗ്നിയിൽ അവർ തീർച്ചയായും കത്തിയെരിയുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഈ ആയത്തിൽ മുശ്രിക്കുകൾക്ക് ലഭിക്കുന്ന ഒരുപാട് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. ആ ദുനിയാവിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയാണ് അവരുടെ കൽബ് അത് കടുത്തുപോകും, കറുത്തിരുണ്ടുപോകും, നന്മകൾ സ്വീകരിക്കാൻ സാധിക്കാത്ത, പരലോകത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് അവർ അധമന്മാരായിത്തീരും. അതുപോലെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുകയില്ല, മറയിടപ്പെടും. അതുപോലെ തന്നെ അവർ നരകത്തിൽ കത്തിയെരിയുന്നതാണ് എന്നുകൂടി ഈ ആയത്തിൽ പറയുന്നു. സുമ്മ യുഖാലു ഹാദല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, പിന്നീട് ആ മുശ്രിക്കുകളോട്, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളോട് പറയുന്ന കാര്യമാണ്, ഇതാണ് നിങ്ങൾ നിഷേധിച്ച് തള്ളിക്കൊണ്ടിരുന്ന കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ച് പറയുകയാണ്. ഇവിടെ ഇമാം സഅദി റഹിമഹുല്ലാ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ശിക്ഷകളാണ് അവർക്ക് നൽകുന്നത്. ഒന്നാമത്തേത് അവരെ നരകത്തിൽ കത്തിയെരിയുന്ന നരകത്തിലേക്ക് പറഞ്ഞയക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തേത് അവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് നരകത്തിൽ പറഞ്ഞയക്കുന്നത്. അതവർക്ക് കടുത്ത വേദനയുള്ള കാര്യമായിരിക്കും. നിങ്ങൾ ഇവിടെ വെച്ച് നിഷേധിച്ചായത് നരകം ഇപ്പോൾ കണ്ടില്ലേ, ആ നരകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ് അങ്ങേയറ്റത്തെ തൗബീഹ്, ആക്ഷേപം അവർക്കുണ്ടാകും. അല്ലാഹു എല്ലാ രൂപത്തിലും ശകാരങ്ങൾക്കും വിധേയരാക്കിക്കൊണ്ടാണ് അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കുക. ഇനിയൊരിക്കലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള അങ്ങേയറ്റത്തെ വേദനാജകമായ ആ സംസാരം അവർക്ക് കേൾക്കേണ്ടി വരും മലക്കുകളിൽ നിന്ന്. പിന്നീടുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാതിരിക്കുക എന്നുള്ളതാണ്. അത് നിസ്സാരാണെന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതിനേക്കാളും വലിയ കാര്യമാണ് സ്വർഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ളത്. കാരണം അതാണ് ഏറ്റവും വലിയ നഈം. അതുകൊണ്ട് തന്നെ നരകക്കാർക്ക് നരകത്തിൽ നിന്നും ഏറ്റവും അവർക്ക് ലഭിക്കുന്ന ശിക്ഷയിൽപ്പെട്ടതാണ് അവരുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുക, റബ്ബിനെ കാണാൻ സാധിക്കാതെ വരിക എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന നരകശിക്ഷയെക്കാളും കടുത്ത ശിക്ഷയാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുശേഷം മുഅ്മിനീങ്ങളായ, അല്ലാഹുവിൽ വിശ്വസിച്ച പുണ്യവാന്മാരായ ആളുകളെക്കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ശേഷമുള്ള ആയത്തിൽ പറയുന്നത്. പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാം. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ
كتاب مرقوم يشهده المقربون إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون ومزاجه من تسنيم عينا يشرب بها المقربون. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ, നിസ്സംശയം സന്മാർഗികളുടെ രേഖ ഇല്ലിയൂനിൽ തന്നെയായിരിക്കും. ഇതേ സമാനമായ ആയത്താണ് നേരത്തെ നമ്മൾ വായിച്ചത്. കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് അൽ അബ്റാർ? പുണ്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അൽ അബ്റാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അഥവാ തൗഹീദിൽ അധിഷ്ഠിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കാണ് അൽ അബ്റാർ എന്ന് പറയുക. അത്തരത്തിലുള്ള അബ്റാറുകളെക്കുറിച്ച് അവരുടെ ഗ്രന്ഥത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു ലഫി ഇല്ലിയീൻ, അത് എല്ലീനിലാണുള്ളത് എന്നാണ് പറയുന്നത്. എല്ലിയൂൻ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഉന്നതമായൊരു സ്ഥാനമാണ്. 7 ആകാശത്തിന് മുകളിൽ അർഷിന് താഴെയായിക്കൊണ്ടുള്ള ഒരു സ്ഥാനമാണ് എല്ലിയൂൻ എന്ന് പറയുന്നത്. സ്വർഗീയരായ ആളുകളുടെ പേരുകൾ അതിലാണ് രേഖപ്പെടുത്തി കിടക്കുക എന്നാണ് ചിലർ അതിനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇല്ലിയൂനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ഇല്ലിയൂൻ, ആ ഇല്ലിയൂൻ എന്താണെന്ന് താങ്കൾക്കറിയുമോ നബിയെ? കിതാബുൻ മർഖൂൻ, നേരത്തെ പറഞ്ഞതുപോലെ അത് രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്. അതായത് അതിലുള്ള ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളഞ്ഞിട്ടില്ല. അതിലൊന്ന് എന്തെങ്കിലുമൊക്കെ കൂട്ടി എഴുതുകയില്ല, എന്തെങ്കിലുമൊക്കെ അതിലുള്ള കാര്യം കുറക്കുകയുമില്ല. എല്ലാം അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ അങ്ങനെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു യഷ്ഹദുഹു അൽ മുഖറബൂൻ, മുഖറബൂൻ അതായത് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള മലക്കുകൾ, അവർ അതിൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതാണ്. അവരതിൻ്റെ ചുറ്റുമുണ്ടാകും. ഈ എല്ലിയിൻ്റെ ചുറ്റിൽ അവർക്ക് ആദരിച്ചുകൊണ്ട് തന്നെ മലക്കുകൾ ഉണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എന്നാൽ സിജ്ജീനിൽ അങ്ങനെയല്ല, അവർക്കാരും തന്നെ അവിടെ ഉണ്ടാവുകയില്ല. കത്തിയാളുന്ന നരകം മാത്രമാണ് അവിടെ ഉണ്ടാകുക. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല ഈ പുണ്യവാന്മാർക്ക് നാളെ ലഭിക്കാനുള്ള ആ സുഖാനുഭൂതികളെക്കുറിച്ച് പറയുന്നു, ഇന്നൽ അബ്റാറ ലഫി നഈം, തീർച്ചയായും ഈ സുഹൃതം ചെയ്തിട്ടുള്ള പുണ്യവാന്മാർ ലഫി നഈം, അവർ സുഖാനുഭവങ്ങളിൽ തന്നെയായിരിക്കും, അഥവാ സ്വർഗത്തിൽ തന്നെയായിരിക്കും എന്ന് പറയുകയാണ്. എല്ലാ സുഖങ്ങളുടെയും ഭവനമാണ് സ്വർഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലായിരിക്കും എന്നുള്ളതിന് ലഫി നഈം എന്നാണ് ഖുർആനിൽ പലയിടങ്ങളിലും അല്ലാഹു തആല പരാമർശിച്ചിട്ടുള്ളത്. ലഫി നഈം, അവർ സുഖാനുഭൂതിയിലായിരിക്കും. ആ നഈം ആകട്ടെ അത് ദായിമുൻ ലാ യൻഖതി, അതെന്നൊന്നുമുള്ളതാണ്, ഒരിക്കലും അത് മുറിഞ്ഞു പോകുകയില്ല. ഒരവസരത്തിലും ഒരു സമയത്തും അതിലെന്തെങ്കിലുമൊക്കെ ഒരു വിഭവം, അതിലൊരു കുറവ് വരുന്ന ഒരവസ്ഥയില്ല, കുറവ് വരുന്ന ഒരവസ്ഥയുമില്ല. അതിലുള്ള എല്ലാ വിഭവങ്ങളും സന്തോഷവും ഓരോ ദിവസം കഴിയും തോറും അത് വർദ്ധിക്കുക മാത്രമാണ്. അങ്ങനെയുള്ളതാണ് സ്വർഗമെന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ. അതിലുള്ള ഒരു വിഭവവും കുറഞ്ഞു പോകുകയില്ല, എല്ലാ ദിവസവും അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതിൽ ആസ്വാദനങ്ങൾ. അതുപോലെ സഹോദരങ്ങളെ, ഈ ആസ്വാദനങ്ങൾ പതിവായി ലഭിച്ചു എന്ന കാരണത്താൽ ഒരു മടുപ്പും അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞത്, അവർക്ക് ഓരോ തവണ ഓരോ ഭക്ഷണം ലഭിക്കുന്ന സമയത്തും ഓരോ കായ്കനികൾ ലഭിക്കുന്ന സമയത്തും ഒരേപോലെയാണെന്ന് തോന്നും, പക്ഷേ എല്ലാം വ്യത്യസ്തമാണ്. നേരത്തെ കഴിച്ചതുപോലെയുള്ള ഒരു ഫ്രൂട്ടല്ല പിന്നീട് ലഭിക്കുന്നത്. കാരണം മനുഷ്യനത് പിന്നീട് വരുമ്പോൾ മടുപ്പുണ്ടാകും. അങ്ങനെ ഒരു മടുപ്പുള്ളൊരവസ്ഥ അവിടെ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല
പറയുകയാണ്. അങ്ങനെ അവൻ്റെ സുഖം, അവൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിനും ഉണ്ടാകും, അവൻ്റെ മനസ്സിനും ഉണ്ടാകും. ശരീരത്തിനും മനസ്സിനും ഒരുപോലെയുള്ള ആസ്വാദനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ നൽകുകയാണ്. ഇവിടെ മനുഷ്യർക്ക് ഭൂമിയിൽ ചില ആസ്വാദനങ്ങളൊക്കെ ലഭിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആ ആസ്വാദനങ്ങൾ ശരീരത്തിനുണ്ടാകും, പക്ഷേ കൽബിനുണ്ടായിക്കൊള്ളണമെന്നില്ല. കൽബിനൊരു സആദത്ത്, ഒരു സന്തോഷമില്ലാതെ കേവലം ഭൗതികമായ ഒരുപാട് സുഖലോലുപതകൾ ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം അതൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ധാരാളമാണ് ദുനിയാവിൽ. കാരണം അവർക്ക് എത്രത്തോളം സമ്പത്ത് കൂടുന്നു അത്രയും പ്രയാസവും ടെൻഷനും ഒക്കെ അവരുടെ മനസ്സിലിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അവർക്കൊരു സമാധാനം ലഭിക്കുകയില്ല. എന്നാൽ പരലോകത്ത് സഹോദരങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. അങ്ങനെയുള്ള ആ സുഖാനുഭൂതികൾ അത് നമുക്ക് കാണാൻ തന്നെ സാധിക്കും എന്നുള്ളതാണ് അല്ലാഹു തആല പറയുന്നത്. അവർക്കുള്ളൊരു സുഖാനുഭൂതിയെക്കുറിച്ച് പറയുന്നു, അലൽ അറാഇകി യൻദുറൂൻ, അവർ സോഫകളിൽ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ അവിടെ ഇങ്ങനെ സ്വർഗത്തിൽ, അതായത് ഒരു പണി അവർക്കില്ല. ആളുകൾ ഇന്ന് ദുനിയാവിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഒരു പണിയില്ലാതെ എല്ലാ സുഖങ്ങളും ലഭിക്കണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വെറുതെ ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട് ഒരു പണിയെടുക്കാതെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു, അങ്ങനെ എല്ലാ മനുഷ്യൻ്റെ മനസ്സുകളും ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ളൊരു കാര്യം, ആഗ്രഹിക്കുന്നതൊക്കെ മുന്നിൽ വരുന്ന ഒരു പ്രയാസമില്ലാത്ത ഒരു സ്വർഗ്ഗമുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അലൽ അറാഇകി യൻദുറൂൻ, സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, ഒരു പണിയെടുക്കാതെ ഇരിക്കുക, ഒരു താബും ഇല്ലാതെ ക്ഷീണം ഇല്ലാതെ ഇരിക്കുക, അത് സ്വർഗത്തിലുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം, അവരുടെ മുഖങ്ങളിൽ സുഖാനുഭവത്തിൻ്റെ തിളക്കം നിനക്കറിയാൻ പറ്റും. അതായത് ഒരുപാട് സുഖങ്ങൾ ലഭിച്ചാൽ അത് കൽബും ആസ്വദിക്കും, അങ്ങനെ അവൻ്റെ കൽബും കൂടി ആസ്വദിച്ചാൽ അത് മുഖത്ത് പ്രകടമാകും. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ദുനിയാവിൽ തന്നെ അത് ചിലരിലുണ്ടാകുന്ന കാര്യമാണ്. ഒരുപാട് സുഖങ്ങളും ആസ്വാദനങ്ങളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവരുടെ മുഖം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭംഗിയും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തിളക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് ആസ്വാദനങ്ങൾ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ദുനിയാവിൽ തന്നെ ചില നിലക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാക്കുന്നില്ല. അത് അവൻ്റെ മനസ്സിൽ, അവൻ്റെ മുഖത്ത് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, അത്രയും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത്. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ തിളക്കം കാണാൻ പറ്റും, നദ്റത്ത് ഉണ്ടാകും, തിളക്കം ഉണ്ടാകും, നദ്റത്തൻ നഈം, സുഖത്തിൻ്റെ തിളക്കം. സുഖം അനുഭവിക്കുന്ന ഒരാൾക്ക് മുഖത്തുണ്ടാകുന്ന ആ തിളക്കം അവിടെ അവരിൽ കാണാൻ സാധിക്കും. പിന്നീട് അവർക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, അവർക്ക് മുദ്ര വെക്കപ്പെട്ട, മഖ്തൂമായ സീല് വെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്നും അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ സ്വർഗത്തിലുള്ള മദ്യത്തിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുള്ള കാര്യമാണ്. സ്വർഗത്തിലുള്ള മദ്യം എന്ന് പറയുന്നത് സഹോദരങ്ങൾ, അത് ശുദ്ധമായ കാര്യമാണ്, ശുദ്ധമായ പാനീയമാണ്. അതിലൊരു ഉപദ്രവവും കുടിക്കുന്നവർക്കില്ല, ഒരു പ്രയാസവും കുടിക്കാനില്ല, കുടിച്ചതിന് ശേഷവും ഒരു പ്രയാസവുമില്ല. ഒരാൾ കുടിച്ചാൽ ചുറ്റുമുള്ള ആളുകൾക്കും പ്രയാസവുമില്ല. ഇതൊക്കെയാണ് നമ്മളെ ദുനിയാവിലുള്ള ഖംറിൻ്റെ, മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ. അതാണ്, കുടിക്കാൻ പ്രയാസമാണ്, കുടിച്ച ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക് പ്രയാസമായിരിക്കും, കുടിച്ചൊരു വ്യക്തി തൊട്ടടുത്തുണ്ടായാൽ തന്നെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ പ്രയാസമായിരിക്കും. അത്രയുള്ള അനുഭവം, വൃത്തികെട്ട ഒരവസ്ഥയാണ് അല്ലെ ഈ കള്ളുടിയന്മാർ. എത്ര വലിയ പണക്കാരായാലും ശരി, എത്ര വലിയ കോടികൾ ഉടമപ്പെടുത്തിയവരായാലും ശരി, അവർ കള്ളുടിച്ച് കഴിഞ്ഞാൽ അവരെ നമുക്ക് അടുത്ത് നിർത്താൻ തോന്നുകയില്ല. വളരെയധികം ദുർഗന്ധവും, അതുപോലെ തന്നെ ഇനി അതൊന്നുമില്ല എന്ന് വെച്ചാൽ പോലും അവരുടെ ബുദ്ധി മറിഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്നതാണ് ദുനിയാവിലെ ആളുകൾ ആസ്വദിക്കുന്ന എല്ലാ മദ്യത്തിൻ്റെയും പ്രത്യേകതകൾ, ദൂഷ്യഫലങ്ങൾ അതാണ്. എന്നാൽ പരലോകത്തുള്ളത് അങ്ങനെയല്ല. അത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ രുചികരമായതും വളരെയധികം കൃത്യമായ എല്ലാവിധ ചേരുവകളുമുള്ള മദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് നൽകുന്നത്. അത് ദുനിയാവിൽ മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ലഭിക്കപ്പെടുകയില്ല, പരലോകത്തത് നഷ്ടപ്പെടും എന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പരലോകത്ത് മുദ്ര വെക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും ഉപയോഗിച്ച് ബാക്കിയുള്ളതല്ല, വളരെ കൃത്യമായി ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുകയാണ്. ഖിതാമുഹു മിസ്ക്, ഇനി അതിന് മുദ്രയാക്കി വെച്ചിട്ടുള്ളത് എന്താണ്? അത് കസ്തൂരിയാണ് അതിൻ്റെ മുദ്രയാക്കി, അതിൻ്റെ അടപ്പാക്കി വെച്ചിട്ടുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. അപ്പം അത്രയും അല്ലേ, ഒരു വലിയ പ്രീമിയം ക്വാളിറ്റി സാധനമാകുമ്പോൾ അതിൻ്റെ ഒരു മൂടിക്ക് വരെ അത്രയും ഉണ്ടാവും, അല്ല അതിനൊരു പെട്ടിക്ക് പോലും അത്രയും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും രുചികരമായ ആ മദ്യം, അതിൻ്റെ മൂടി പോലും അടപ്പ് പോലും അത് മിസ്ക് കൊണ്ടാണ്, കസ്തൂരി കൊണ്ടാണ് എന്നാണ് പറയുന്നത്. നല്ല സുഗന്ധവും അതുപോലെ നല്ല രുചികരവുമായ കാര്യമാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് ഉടനെ തന്നെ റബ്ബ് പറയാണ്, വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ, കിടമത്സരം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം ദുനിയാവിൽ പല കാര്യത്തിനും വേണ്ടി മത്സരിക്കാറുണ്ട് മനുഷ്യന്മാർ.
കച്ചവടത്തിന് വേണ്ടി മത്സരിക്കും. അയാളെക്കാളും കൂടുതൽ ടേൺ ഓവർ നമുക്കുണ്ടാക്കണം. അയാളൊരു വീടുണ്ടാക്കിയാൽ 1 കോടി ഉറുപ്പ്യൻ്റെതാണെങ്കിൽ ഒരു 2 കോടിയുടേതെങ്കിലും നമുക്കുണ്ടാക്കണം. അയാളുടെ കാറ് 50 ലക്ഷത്തിന് 1 കോടിൻ്റെ ആണെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനിക്കുണ്ടാക്കണം. കച്ചവടക്കാർക്കും പണക്കാർക്കും ഒക്കെയുള്ള ദുനിയാവിലുള്ള മത്സരങ്ങൾ അതാണ്. ഇനി അതിൻ്റെ താഴെ ലെവലുള്ള മത്സരങ്ങൾ അത് വേറെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്നൊരു സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. അവൻ ഇത്ര നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് കാണുമ്പോൾ അതിനേക്കാളും കൂടുതൽ രഹസ്യമായി ഞാനും ചെയ്യണം. അല്ല, ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവനിങ്ങനെ രഹസ്യമായി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനും രഹസ്യമായിട്ട് തന്നെ കൊടുക്കണം. അല്ല, അവനേക്കാളും കൊടുത്തിട്ട് അത് പാഴാക്കി കളയുന്ന ഹതഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പാടില്ല. ദുനിയാവും ആഖിറത്തും ഇല്ലാണ്ടായിപ്പോൾ. അവന് 1 ലക്ഷം കൊടുത്തിട്ട് അറിയിച്ചു, ഞാൻ 1.5 ലക്ഷം കൊടുത്തിട്ട് അറിയിച്ചാൽ ആ 1.5 ലക്ഷം പോയത് തന്നെ ഒരു ഉപകാരം ഉണ്ടാവില്ല. അത് രഹസ്യമായി അവനേക്കാളും നമ്മൾ കൊടുത്ത് ഇന്നാളെക്കാളും നന്മകൾ ഞാൻ ചെയ്ത് ആരും അറിയിക്കാതെ സഹോദരങ്ങൾ അല്ലാഹു തആല ഉണർത്തുകയാണ്, ഫിദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ബുദ്ധിയുള്ള ആളുകളെ, നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിനോട് മത്സരിച്ചോളൂ. ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ മത്സരിച്ചാൽ ആ മത്സരം നിങ്ങൾക്ക് ഉപകരിക്കും. പരലോകത്ത് നിങ്ങളത് കാണുക തന്നെ ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. വമിസാജുഹു മിൻ തസ്നീം. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ കാര്യത്തിലേക്ക് മടങ്ങുകയാണ്. അതായത് മത്സരിക്കേണ്ട കാര്യം അത്ര പ്രാധാന്യമുള്ളത് കൊണ്ട് ഇടയിൽ വെച്ച് തന്നെ പറഞ്ഞു തരാണ്, നിങ്ങൾ മത്സരിച്ചോളൂ ഇതിന്. എന്നിട്ട് വീണ്ടും ആ തൊട്ടു മുമ്പുള്ള പാനീയത്തിനെ കുറിച്ച് പറയുകയാണ്, വമിസാജുഹു മിൻ തസ്നീം. അതിൽ ചേരുവ തസ്നീമിൽ നിന്നായിരിക്കും. ഐന യഷ്റബു ബിഹൽ മുഖറബൂൻ. സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഒരു ഉറവ് ജലമാകുന്നു അത് എന്നാണ് പറയുന്നത്. സ്വർഗത്തിലുള്ള ഏറ്റവും ഉന്നതമായ അതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നതാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. അതിൻ്റെ മധ്യഭാഗമാണ്, അത് ഏറ്റവും ഉന്നതമായ ഭാഗമാണ്. അവിടെ നിന്നാണ് സ്വർഗീയ നദികളുടെ ഉറവിടമുണ്ടാകുന്നത്. അവിടെയുള്ള സ്വർഗീയ നദികളെ നേർക്ക് നേരെ അനുഭവിക്കാൻ സാധിക്കുന്നത്, അതിൽ നിന്ന് നേരിട്ട് കുടിക്കാൻ സാധിക്കുന്നത് മുഖറബൂങ്ങളായ ആ ജന്നാത്തുൽ ഫിർദൗസിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. അവരാണ് ആദ്യം അതിൽ നിന്ന് കുടിക്കുക. അവർ കുടിക്കുന്ന സമയത്ത് ഒരാളും അത് തൊട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. ശേഷക്കാരായ ആളുകൾക്ക് അതിൽ നിന്നാണ് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സരിച്ച് ഈ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾ എത്തണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിലെത്തണം എന്ന് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, സ്വർഗത്തിൻ്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ നിങ്ങൾ എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലുഹു അൽ ഫിർദൗസ് അൽ അഅല. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു ചാരത്ത് നിൽക്കട്ടെ എന്നല്ല, അൽ ഫിർദൗസ് അൽ അഅല, ഉന്നതമായ സ്വർഗം നിങ്ങൾ ചോദിക്കണം. റബ്ബിനോട് ഉന്നതമായ സ്വർഗം നിങ്ങൾ ചോദിക്കണം. കാരണം അവിടെയുള്ള അനുഗ്രഹങ്ങൾ താഴെ ഉണ്ടാവില്ല. ഏറ്റവും വലിയ സുഖാനുഭൂതി അത് ജന്നാത്തുൽ ഫിർദൗസിലാണ് ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നിങ്ങൾ മത്സരിച്ചു കൊള്ളട്ടെ. ആ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഇഖ്ലാസ് കൊണ്ടും ഇത്തിബാഅ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റിക്കൊണ്ടും നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് അത് പാഴാക്കി കളയാതെ, ചെയ്തത് ഇല്ലാതാക്കി കളയാതെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ, നമ്മളതിനു വേണ്ടി മത്സരിച്ചാൽ ഈ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനിടയിൽ ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ചും കൂടി ഓർമ്മപ്പെടുത്തിയത്. ഐന യഷ്റബു ബിഹൽ മുഖറബൂൻ. സാമീപ്യം സിദ്ധിച്ചവർ കുടിക്കുന്ന ഉറവു ജലമാകുന്നു അത്, തസ്നീം, അത് അവർക്ക് കലർത്തപ്പെടുമെന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താനും നാളെ സ്വർഗത്തിൽ എത്തിച്ചേരാനും നമുക്ക് ഏവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.